ഹരി ഓം. ഡിവൈൻ വ്ളോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 30 ശ്ലോകങ്ങളുടെ സാമാന്യ അർത്ഥം ഒന്ന് മനസ്സിലാക്കി ഇനി 31 ശ്ലോകം മുതൽ ഒന്ന് നോക്കാം. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിതാം. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത, അതായത് ശ്രീ മഹാഗണപതിയാൽ വിഘ്നയന്ത്രം തകർക്കപ്പെട്ടത് കണ്ട് ആനന്ദിച്ച സന്തോഷിച്ച ദേവി, അതാണ് പ്രഹർഷിത, ആനന്ദിച്ച ദേവി. മഹാഗണപതിയാൽ വിഘ്നയന്ത്രം തകർക്കപ്പെട്ടത് കണ്ട് ആനന്ദിച്ച ദേവി. ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഗണേശ്വരൻ വിഘ്നയന്ത്രത്തെ തകർത്തു എന്ന്. അത് കണ്ട് ആനന്ദിച്ച ദേവി. അടുത്തത് ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി, അതായത് ഭണ്ഡാസുരൻ പ്രയോഗിച്ച ശസ്ത്രങ്ങൾ തടുക്കാനായി അസ്ത്രങ്ങൾ വർഷിച്ച ദേവി. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്തത് കരാംബുലി നഖോത്പന്ന നാരായണ ദശാകൃതി. കര അംഗുലി നഖ ഉത്പന്ന നാരായണ ദശാകൃതി, അതായത് ദേവിയുടെ കയ്യിലെ 10 വിരലുകളിലെ നഖങ്ങളിൽ നിന്നും ഉദ്ഭവിച്ച മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളോട് കൂടിയ ദേവി. ദേവിയുടെ കൈനഖങ്ങളിൽ നിന്ന് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ ഉണ്ടായി എന്നർത്ഥം. അടുത്തത് മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക. മഹാപാശുപത അസ്ത്ര അഗ്നി നിർദഗ്ധ അസുര സൈനിക, അതായത് മഹാപാശുപതം എന്ന അസ്ത്രത്തിൽ നിന്നുണ്ടായ അഗ്നിയാൽ അസുര സൈന്യത്തെ ഭസ്മമാക്കിയ ദേവി. അടുത്തത് കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക. കാമേശ്വര അസ്ത്ര നിർദഗ്ധ സഭണ്ഡ അസുര ശൂന്യക, അതായത് ശൂന്യകം. ശൂന്യകം എന്ന് വെച്ചാൽ ഭണ്ഡാസുരൻ്റെ നഗരത്തിൻ്റെ പേരാണ്. ഭണ്ഡാസുരൻ താമസിക്കുന്ന നഗരത്തിൻ്റെ പേരാണ് ശൂന്യകം. ആ ശൂന്യകത്തെ ദേവിയുടെ കാമേശ്വരാസ്ത്രത്താൽ നശിപ്പിച്ചു. അതാണ് കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക. അടുത്തത് ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ. ബ്രഹ്മാവ്, ഉപേന്ദ്രൻ, മഹേന്ദ്രൻ, ആദിദേവ സംസ്തുത വൈഭവ. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശൻ തുടങ്ങിയ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട വൈഭവത്തോടുകൂടിയ ദേവി. അടുത്തത് ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധി. ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധി, അതായത് ഹരനേത്രാഗ്നി, ഹരൻ്റെ മഹേശ്വരൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ച കാമദേവനെ വീണ്ടും ജീവിപ്പിച്ച മൃതസഞ്ജീവിനിയായ ദേവി. ഇവിടെ ദേവിയെ മൃതസഞ്ജീവിനിയായിട്ടാണ് പറയുന്നത്. എന്താണ്? ഭണ്ഡാസുരൻ്റെ വധം കഴിഞ്ഞ് ബ്രഹ്മാദികൾ പ്രാർത്ഥിച്ചത് പ്രകാരം ദേവി കാമദേവനെ വീണ്ടും ജീവിപ്പിച്ചു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്തത് ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ. ശ്രീമദ് വാഗ്ഭവ കൂട ഏകസ്വരൂപ മുഖ പങ്കജ. ഇവിടെ വാഗ്ഭവകൂടം അതെന്ന് വെച്ചാൽ ദേവിയുടെ വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് പഞ്ചദശാക്ഷരി മന്ത്രം. 15 അക്ഷരങ്ങളുള്ള പഞ്ചദശാക്ഷരി മന്ത്രം. ആ മന്ത്രം വളരെ മഹത്തരമാണ്. അത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതാണ്. ആ പഞ്ചദശാക്ഷരി മന്ത്രത്തിന് 3 ഖണ്ഡങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ 5 അക്ഷരങ്ങൾ വാഗ്ഭവകൂടം എന്നും, അടുത്ത 6 അക്ഷരം മധ്യകൂടമെന്നും, അതിനുശേഷമുള്ള 4 അക്ഷരങ്ങൾ ശക്തികൂടം എന്നും പറയപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ 5 അക്ഷരങ്ങൾ അടങ്ങുന്ന വാഗ്ഭവകൂടം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ വാഗ്ഭവകൂടമാകുന്ന മുഖപങ്കജത്തോടു കൂടിയ ദേവിയുടെ മുഖഭാഗത്തിനെ വാഗ്ഭവകൂടമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്തത് കണ്ഠാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. കണ്ഠ അധ
കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി. അതായത് കഴുത്തിൻ്റെ താഴെ മുതൽ, അതാണ് കണ്ഠാധ, കഴുത്ത് മുതൽ എവിടം വരെ, അരക്കെട്ട് വരെയുള്ള ഭാഗം മധ്യകൂടമായിരിക്കുന്ന ദേവി. ആ മധ്യകൂടം എന്ന് പറയുന്നത് നടുവിലത്തെ ആ മധ്യഭാഗത്തെ 6 അക്ഷരങ്ങൾ കൂടിയതാണ് മധ്യകൂടം. അതിനെ കാമരാജകൂടം എന്നും അറിയപ്പെടുന്നു. അതാണ് അടുത്തത്. ശക്തികൂടൈകതാപന്ന കഢ്യ അധോഭാഗധാരിണി. ഒന്നുകൂടി പറയാം. ശക്തികൂട ഏകതാപന്ന കഢ്യ അധോഭാഗധാരിണി. അത് അരക്കെട്ടിന് താഴെയുള്ള ഭാഗം, അതിനെയാണ് ശക്തികൂടം എന്ന് പറയുന്നത്. ശക്തികൂടം ഏകതാപന്ന, ശക്തികൂടം ആയിരിക്കുന്ന, അതായത് ദേവിയുടെ അരക്കെട്ടിന് താഴെയുള്ള ഭാഗം, അത് 4 അക്ഷരങ്ങളുള്ള 3ാമത്തെ ഭാഗമാണ് ശക്തികൂടം. അങ്ങനെ അരക്കെട്ടിന് താഴെയുള്ള ഭാഗം ശക്തികൂടമായിരിക്കുന്ന ദേവിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്തത് മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര. മൂലമന്ത്രാത്മിക, അതായത് ഈ മൂലമന്ത്രം തന്നെയായ ദേവിയും ഈ മൂലമന്ത്രവും തമ്മിൽ വ്യത്യാസമില്ല. അതാണ് ഈ മൂലമന്ത്രം, അതായത് പഞ്ചദശാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ശ്രീവിദ്യാമന്ത്രം. ഈ മൂലമന്ത്രം തന്നെയായ ദേവി, അതാണ് മൂലമന്ത്രാത്മിക. അടുത്തത് മൂലകൂടത്രയ കളേബര. മൂലകൂടത്രയം, കൂടത്രയം എന്ന് വെച്ചാൽ ഈ 3 വിഭാഗങ്ങൾ, 3 കൂടങ്ങൾ, നമ്മൾ കണ്ട 3 കൂടങ്ങൾ തന്നെ ശരീരമായിരിക്കുന്ന, കളേബരം ശരീരമായിരിക്കുന്ന ദേവി, അതാണ് മൂലകൂടത്രയ കളേബര. അടുത്തത് കുലാമൃതൈക രസിക കുലസങ്കേത പാലിനി. ഇവിടെ കുളാമൃതൈക രസിക എന്നും പറയാം, കുളസങ്കേത പാലിനി. ലായും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ കുലാമൃതൈക രസിക. എന്താണ് കുലാമൃതം? കുലാമൃതത്തിൽ രസിക്കുന്ന ദേവി, അതാണ് കുലാമൃതൈക രസിക. നമ്മുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ സാധന കൊണ്ട് ഉണർത്തുമ്പോൾ ആ 6 ചക്രങ്ങളും 3 ഗ്രന്ഥികളും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിന് ശേഷം പഠിക്കാം. 6 ചക്രങ്ങളും 3 ഗ്രന്ഥികളെയും ഭേദിച്ച് ഈ കുണ്ടലിനി ശക്തി സഹസ്രദള പത്മത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും അമൃതധാര പൊഴിയുമെന്ന് പറയുന്നു. ആ അമൃതധാരയാണ് കുലാമൃതം എന്ന് പറയുന്നത്. അത് ആധ്യാത്മിക അവസ്ഥയിലെ ഏറ്റവും ദിവ്യമായി ആനന്ദം തരുന്ന ഒരവസ്ഥയാണ്. ഈ അമൃതത്തിൽ രസിക്കുന്ന ദേവി, അതാണ് കുലാമൃതൈക രസിക. അടുത്തത് കുലസങ്കേത പാലിനി. കുലസങ്കേത പാലിനി, ഈ ദേവി ഉപാസനകൾ ഉപദേശിക്കുന്ന ശാസ്ത്രങ്ങളെ സംരക്ഷിക്കുന്ന ദേവി. അതാണ് കുലം എന്ന് പറഞ്ഞാൽ കുലശാസ്ത്രത്തെയും കൗളമാർഗത്തിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അഗാധമായി പഠിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഏകദേശം ഒരർത്ഥം പറയാം. അതാണ് കുലസങ്കേത പാലിനി, ഈ അനുഷ്ഠാനങ്ങളെ ഒക്കെ പാലിക്കുന്ന ദേവി, അതാണ് കുലസങ്കേത പാലിനി. അടുത്തത് കുലാംഗന. കുലാംഗന കുലാന്തസ്ഥ കൗളിനി കുളയോഗിനി. കുലാംഗന, സത്കുലത്തിൽ ജന്മം കൊണ്ട ദേവി, അതാണ് കുലാംഗന. അടുത്തത് കുലാന്തസ്ഥ, ആ കുലത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയാണ് കുലാന്തസ്ഥ എന്ന് പറയുന്നത്. അടുത്തത് കൗളിനി. കൗളിനി, കൗളിനി, കൗളം എന്ന് പറഞ്ഞാൽ ഈ തന്ത്രം അനുസരിച്ച് കുലം എന്നത് ശക്തിയും അകുലൻ എന്നത് ശിവനുമാണ്. അപ്പോൾ ഈ ശിവൻ്റെയും ശക്തിയുടെയും സംയോഗമാണ് കൗലം എന്ന് പറയുന്നത്. ആ ശിവശക്തി തത്വസ്വരൂപിണി ആയതുകൊണ്ട് ദേവിയെ കൗലിനി എന്ന് പറയുന്നു. അതാണ് കൗലിനി. അടുത്തത് കുലയോഗിനി അഥവാ കുളയോഗിനി. ആ കുലയോഗിനിയായ ദേവിക്ക്, ആ കുലത്തിൻ്റെ യോഗിനിയായ ദേവിയാണ് ഇവിടെ പറയുന്നത്. അതാണ് കുലയോഗിനി.
ഇവിടെ ശ്രീചക്രത്തിൽ ദേവിയെ പൂജിക്കുന്ന രീതിയെക്കുറിച്ചാണ് താത്വികമായിട്ട് പറയുന്നത്. ശ്രീചക്രം വരച്ച് അതിൽ പൂജിക്കപ്പെടുന്ന ദേവി. അങ്ങനെ ഇവിടെ ദേവി ഉപാസകരുടെ ഇടയിൽ 3 പൂജാ സമ്പ്രദായങ്ങളാണ് ഉള്ളത്. ഒന്ന് കൗളമാർഗം, പിന്നെ സമയമാർഗം, പിന്നെ മിശ്രമാർഗം. അതൊക്കെ നമുക്ക് ശേഷം പഠിക്കാം. ഇപ്പോൾ സാമാന്യ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. അടുത്തത് അകുല സമയാന്തസ്ഥ സമയാചാര തൽപര. അകുല എന്ന് വെച്ചാൽ കുലമില്ലാത്ത ദേവി. ദേവി സ്വയം ജാതയാണ്. അതുകൊണ്ട് ദേവിക്കായിട്ട് പ്രത്യേക കുലമോ വംശമോ ഒന്നുമില്ലാത്തതുകൊണ്ട് കുലമില്ലാത്ത ദേവി, അതാണ് അകുല. അടുത്തത് സമയാന്തസ്ഥ. നമ്മൾ കണ്ടു പൂജാ സമ്പ്രദായം സമയമാർഗം എന്നും പറഞ്ഞൊരു മാർഗമുണ്ട്. ആ സമയമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി, അതാണ് സമയാന്തസ്ഥ. അടുത്തത് സമയാചാര തൽപര. സമയാചാരത്തിൽ തൽപരയായ ദേവി. സമയാചാരം എന്ന് വെച്ചാൽ ദേവിയെ ആദ്യം നമ്മൾ കണ്ടു 6 ചക്രങ്ങളുണ്ടെന്ന്. മൂലാധാരത്തിലാണ് ദേവിയുടെ സ്ഥാനം. ആ മൂലാധാരത്തിൽ നിന്നും ദേവിയെ ഉണർത്തി സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധം, ആജ്ഞ എന്നീ 6 ചക്രങ്ങളിൽ ആവാഹിച്ച് ആചാരോപചാരസഹിതം മാനസപൂജ ചെയ്ത് സഹസ്രാരപത്മത്തിലെത്തിച്ച് അവിടെ വസിക്കുന്ന സദാശിവനുമായി യോജിപ്പിച്ച് തിരികെ മൂലാധാരത്തിലേക്ക് നയിക്കുന്ന ഒരു ആരാധനാക്രമത്തിൻ്റെ പേരാണ് സമയാചാരം. ഇത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതാണ് ആ സമയാചാരത്തിൽ തൽപരയായ ദേവി. അടുത്തത് മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അടുത്തത് ഓരോ ചക്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മൂലാധാരൈക നിലയ, മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. മൂലാധാരത്തെ മൂലാധാര ഏക നിലയ, മൂലാധാരത്തെ മുഖ്യസ്ഥാനമായിരിക്കുന്ന ദേവി. നമ്മൾ കണ്ടു മൂലാധാരം എന്ന് വെച്ചാൽ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് മൂലാധാരം. അത് സുഷുമ്നയുടെ മൂലമാണ്. സുഷുമ്നയുടെ മൂലവും കുണ്ടലിനിയുടെ ആധാരവുമാണ്. അവിടെ 4 ദളങ്ങളുള്ള താമരയാണ് പറയുന്നത്. അവിടെ 4 ഇതളുള്ള താമരയുടെ മധ്യത്തിൽ കുലകുണ്ടലത്തിൽ മുഖം ആവൃതമായി കുണ്ടലിനി ഉറങ്ങുന്നു. ആ കുണ്ടലിനിയാണ് ഉണർത്തുന്നത്. സാധകൻ ഉണർത്തുന്നത് ആ കുണ്ടലിനിയാണ്. അപ്പോൾ മൂലാധാരത്തെ മുഖ്യസ്ഥാനമാക്കിയിരിക്കുന്ന ദേവി, അതാണ് മൂലാധാരൈക നിലയ. അടുത്തത് ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. ഓരോ ഗ്രന്ഥികളുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുന്ന ദേവി, അത് കുണ്ടലിനി ശക്തി ഉണർന്ന് ശിരസിലെ സഹസ്രാര പത്മത്തിലേക്ക് പ്രവഹിക്കുന്ന പ്രക്രിയ നമ്മൾ പറഞ്ഞു. അങ്ങനെ സ്വാധിഷ്ഠാനം എന്നത് മൂലാധാരത്തിൻ്റെ മുകളിൽ ഉള്ള ഒരു 6 ഇതളുള്ള പത്മമാണ് സ്വാധിഷ്ഠാനം. അതിനോട് ബന്ധപ്പെട്ടാണ് ബ്രഹ്മഗ്രന്ഥി എന്ന ഒരു കെട്ടുള്ളത്. ആ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുന്ന ദേവി, അതാണ് ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അടുത്തത് മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി. അടുത്തത് മണിപൂരാന്തരുദിത, മണിപൂര ചക്രത്തിൽ രുദിത പ്രകാശിക്കുന്ന ദേവി. മണിപൂരം എന്നാൽ അത് നമ്മുടെ നാഭിക്ക് സമമായി സ്ഥിതി ചെയ്യുന്ന, അവിടെ 10 ഇതളുകളുള്ള ചക്രമായിട്ടാണ് പറയുന്നത്. അവിടെ വെച്ച് ഈ സമാചാരപ്രകാരം ഉപാസകൻ ദേവിയെ മണികളാൽ, അതായത് രത്നങ്ങളാൽ അലങ്കരിക്കുന്നതിനാലാണ് ഇതിനെ മണിപൂരം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മഗ്രന്ഥി ഭേദിച്ചാണ് കുണ്ടലിനി ശക്തി ഈ ചക്രത്തിലോട്ട് പ്രവേശിക്കുന്നത്. അടുത്തത് വിഷ്ണുഗ്രന്ഥി വിഭേദിനി. വിഷ്ണു എന്ന കെട്ടിനെ മുറിക്കുന്ന ദേവി, അതാണ് വിഷ്ണുഗ്രന്ഥി വിഭേദിനി. ഇത് മണിപൂര ചക്രത്തിലാണ് വിഷ്ണു സ്ഥിതി ചെയ്യുന്നത്. അതിനു മുകളിലുള്ള ഒരു ഗ്രന്ഥി, ഈ മണിപൂര ചക്രത്തിൻ്റെ മുകളിലുള്ള ഗ്രന്ഥിയാണ് വിഷ്ണുഗ്രന്ഥി. ആജ്ഞാചക്രത്തിലേക്ക് ഉയരുന്നതിന് മുമ്പായിട്ട് ഈ ശക്തി ഈ ഗ്രന്ഥിയെ, അതായത് വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കുന്നു. അതാണ് വിഷ്ണുഗ്രന്ഥി വിഭേദിനി. അടുത്തത്
ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. ആജ്ഞാചക്രാന്തരാളസ്ഥ, ആജ്ഞാചക്രത്തിനുള്ളിൽ, ആജ്ഞാചക്രാന്തരാളസ്ഥ അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. ആജ്ഞാചക്രം അത് പിരുകങ്ങൾക്ക് നടുവിൽ രണ്ടിതളുള്ള ഒരു താമരയാണ് ആജ്ഞാചക്രം. അത് ജ്ഞാനം നൽകുന്ന ഒരു ഗുരുവിൻ്റെ ഇരിപ്പിടം പോലെയാണ് എന്നാണ് പറയുന്നത്. അതിനാണ് ആജ്ഞ എന്ന പേര് വന്നത്. മണിപൂരം കഴിഞ്ഞ് ഹൃദയസ്ഥാനത്തിലുള്ള അനാഹതം, കണ്ഠത്തിലുള്ള വിശുദ്ധം എന്നീ ചക്രങ്ങൾ കടന്ന് ശക്തി ഇവിടെ എത്തുന്നു. അപ്പോൾ സാധകന് ശുദ്ധമായ ആധ്യാത്മജ്ഞാനം ഉണ്ടാകുന്നു. അതാണ് ആജ്ഞാചക്രാന്തരാളസ്ഥ. പിന്നെ രുദ്രഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥിയെ പിളർക്കുന്ന ദേവി. ഹൃദയസ്ഥാനത്തുള്ള അനാഹത ചക്രത്തോട് ബന്ധപ്പെട്ടതാണ് രുദ്രഗ്രന്ഥി. ആ രുദ്രഗ്രന്ഥിയെ പിളർക്കുന്ന ദേവി. അടുത്തത് സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി. സഹസ്രാരാംബുജാരൂഢ, നമുക്കറിയാം 1000 ഇതളുകളുള്ള പത്മത്തിൽ ആരോഹണം ചെയ്ത ദേവി. സഹസ്രം 1000 ഇതളുള്ള പത്മത്തിൽ ആരോഹണം ചെയ്ത ദേവി. ശിരസിൽ ബ്രഹ്മരന്ധ്രത്തിന് താഴെയാണ് ഈ പത്മത്തിൻ്റെ സ്ഥാനം. ബ്രഹ്മരന്ധ്രത്തിന് താഴെ പരമമായ ആധ്യാത്മാനുഭൂതി അവിടെ എത്തുമ്പോൾ സാധകന് കൈവരുന്നു എന്ന് പറയപ്പെടുന്നു. അടുത്തത് സുധാസാരാഭിവർഷിണി. സുധാസാര എന്താണ്? അമൃതപ്രവാഹം ചൊരിയുന്ന ദേവി. അതായത് സഹസ്രാര പത്മത്തിൻ്റെ മധ്യത്തിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു. ആ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും അമൃതം പൊഴിക്കുന്നവൾ, അതാണ് സുധാസാരാഭിവർഷിണി. കുണ്ടലിനി ശക്തി സഹസ്രാര പത്മത്തിലെത്തി അവിടെയുള്ള സദാശിവനോട് ചേർന്ന് സർവനാഡികളിലൂടെയും അമൃതപ്രവാഹം ഉണ്ടാക്കുന്നു. അതാണ് സുധാസാരാഭിവർഷിണി. അടുത്തത് തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത. തടില്ലതാ സമരുചി എന്താണ്? തടില്ലത മിന്നൽ പിണരു പോലെ കാന്തിയുള്ള, അത്രയ്ക്ക് കാന്തിപ്രവാഹമാണ് ദേവിക്കുള്ളത്. നമുക്ക് ദർശിക്കാൻ പോലും സാധിക്കില്ല, അത്രയ്ക്ക് മിന്നൽ പിണരു പോലെ കാന്തിയുള്ള ദേവി. അടുത്തത് ഷഡ്ചക്രോപരി സംസ്ഥിത. നമ്മൾ 6 ചക്രങ്ങളുടെ കാര്യം പറഞ്ഞു. അങ്ങനെ മൂലാധാരം തുടങ്ങി 6 ചക്രങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. അതാണ് ഷഡ്ചക്രോപരി സംസ്ഥിത. അടുത്തത് മഹാശക്തി കുണ്ടലിനി ബിസതന്തു തനീയസി. മഹാശക്തി, മഹാശക്തി അതായത് ഉത്സവപ്രിയയായ ദേവി. ഇവിടെ ഉത്സവം എന്ന് ഉദ്ദേശിക്കുന്നത് സഹസ്രാര പത്മത്തിലുള്ള ശിവൻ്റെയും ശക്തിയുടെയും കൂടെ സംയോഗത്തിനെയാണ് ഉത്സവം എന്ന് പറയുന്നത്. അതിൽ പ്രിയയായ ദേവി, അതാണ് മഹാശക്തി. കുണ്ടലിനി നമ്മൾ കണ്ടു, കുണ്ടലിനി ശക്തിയെക്കുറിച്ച് പറഞ്ഞു. ആ കുണ്ടലിനിയായ ദേവി. അടുത്തത് ബിസതന്തു തനീയസി. ബിസതന്തു എന്ന് വെച്ചാൽ താമര വളയത്തിലെ നൂലുപോലെ നനുത്ത ദേവി. ആ കുണ്ടലിനി എന്ന് പറയുന്നത് അത്രയ്ക്ക് നൂലുപോലെ നനുത്തതും സുന്ദരവുമാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ദേവി, അതാണ് ബിസതന്തു തനീയസി. ഏവർക്കും കുറച്ചെങ്കിലും ഇതിൻ്റെ അർത്ഥം, സാമാന്യാർത്ഥം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരി ഓം.